എന്നുവെച്ചാൽ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. അതായത് തങ്ങൾ വിശ്വസിക്കുന്ന ഒരു നയത്തിനെതിരെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ഇത്തരം സമര രീതികളൊക്കെ വേണ്ടി വരും. ശരി തന്നെയാണ്. പക്ഷേ ഒരു സമരം കൊണ്ട് ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സ് മടുപ്പിച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ആദ്യം പൊതുപണിമുടക്കായിരുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ SFIയുടെ പഠിപ്പ് മുടക്കായിരുന്നു വിഷയം വന്നത്. ഇതിലൂടെ ഈ രണ്ട് സംഭവങ്ങളും എടുത്ത് മാറ്റി നിർത്തുമ്പോൾ തന്നെ ഇവിടെ പ്രതിഷേധം എന്നത് ഒരു ഗൂണ്ടായുസത്തിലേക്ക് പോകേണ്ട ഒരു സംഭവം കൂടിയായിട്ട് നമുക്കത് കാണേണ്ടതുണ്ട്. അതായത് നമ്മൾ കണ്ടതാണ് പണിയെടുക്കുന്നവനെ അടിച്ചും വിരട്ടിയും ഓടിച്ച് അവിടെ എന്തൊരു കൊടിയുടെ ബലത്തിൽ നിന്ന് ആളാവാൻ നോക്കുന്നവർ. അതേ സമാന രീതി തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളും ഇത്തരത്തിൽ രീതിയാണ്. പോലീസിനെ പോലും വകവയ്ക്കാതെ കൊടിയും ഇറങ്ങിയൊരു ഗൂണ്ടകളെ പോലെ അവർ തെരുവ് മൊത്തം ഇങ്ങനെ വാഴുകയാണ്. ഈ രീതിയിലേക്ക് ഏറ്റവും വിഷമകരമായ കാര്യം തോന്നുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അവർക്ക് നേരെ അവിടെ നിർത്താൻ പറയുകയും അവരെ അസഭ്യം പറയുകയും ആ ചോറടക്കം തട്ടിക്കളയുന്ന ഒരു അവസ്ഥ വരെ ഒരു വിഷമകരമായ കാഴ്ച ഉണ്ടായി. അപ്പോൾ ഈ രീതിയിലേക്ക് പോകുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഈ രീതിയിലേക്കാണോ സമര പരമ്പരകൾ പോവേണ്ടത്? നമ്മൾ കണ്ട സമര രീതികളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. നേരത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോലും സമരം ചെയ്തെങ്കിൽ അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വേറെ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഒട്ടും ഭൂഷണമല്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരിൽ നിന്ന് നമ്മൾ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. SFIക്കാർ പിന്നെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ്, അല്ലെങ്കിൽ CPMന്റെ ഗുണ്ടാ പാർട്ടി CA2വിനെ അടക്കമുള്ള ചുവന്ന കൂടി കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് പിന്നെ ശരത്തിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഈ പൊതുസമൂഹം എങ്ങനെയാണ് വിചാരിക്കുന്നത്? ഇവരിങ്ങനെ പ്രതികരിക്കുള്ളൂ. കാര്യം ഈ അധികാരത്തിൻ്റെ നെകളം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ അവർക്ക് പറ്റുകയുള്ളൂ. SFIക്കാരെ കുറിച്ച് പ്രത്യേകിച്ചും. കാര്യം കേരളത്തിൻ്റെ ഏറ്റവും നിർണായകമായ കേരള സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലേക്കെല്ലാം ഇരച്ചേറിയെത്തുന്ന SFIക്കാർ ഇവർ പറഞ്ഞ കാവ്യവൽക്കരണത്തിനെതിരെയാണെന്നുള്ളതാണ്. കാവ്യവൽക്കരണത്തിനെതിരെ കേരള സർവകലാശാലയിലേക്ക് എന്തിനാണ് പോകേണ്ടത് സാർ? ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണെങ്കിൽ രാജ്ഭവനിലേക്കല്ലേ പോവേണ്ടത്? കേരള സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ എത്രയോ വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങളുള്ള ഭരണസ്തംഭനം ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കിയെന്ന് ഇന്നലെയും പഠിപ്പ് മുടക്കായിരുന്നു SFIയുടെ. അതിൻ്റെ ഭാഗമായാണ് ഈ കണ്ണൂർ മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഉച്ചഭക്ഷണം വലിച്ചെറിയുന്ന, ചോറ് വാരി എറിയുന്ന SFIക്കാരെ കാണുന്നത്. ശരത്ത്, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് SFIയുടെ എന്താ പറയുക, പുതിയ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും വന്നതിന് ശേഷം ഷോ ഓഫ് നടത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ സംബന്ധിച്ചൊരു ആവശ്യമാണ്. കാര്യം അവർക്കൊരു വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ആർഷോയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ SFIക്കയിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ആർഷോയ്ക്ക് ശേഷം ആരാകും എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് ആർഷയേക്കാൾ അധപ്പതിച്ച് രണ്ടുപേർ SFIയുടെ നേതൃനിരയിലേക്ക് വരുന്നത്. അവർ പറഞ്ഞത് ഞങ്ങൾ ചോര ചിന്തിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നതെന്നാണ്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഡ്രാക്കുള കുഞ്ഞുങ്ങളെയാണോ വിരിയിച്ചിറക്കുന്നത് ചോര കൊടുത്ത് വളർത്താനെന്ന്. ആ രീതിയിൽ ഞാൻ പറയുന്നത് ഇതിനൊക്കെ നാളെ ഒരു ദിവസം പ്രതികരണം ഉണ്ടാകും. പോലീസുകാരെ കുറിച്ച് പോലീസിനെ പോലും പേടിയില്ല. പോലീസ് ആരുടെയാണ്? പോലീസ് പിണറായി വിജയൻ്റെയാണ്. പിണറായിയുടെ മക്കളും സഹോദരങ്ങളുമാണ് തെരുവിലിറങ്ങി നാട്ടുകാരെ സ്വത്തിനും സുരക്ഷയ്ക്കും എല്ലാം എതിരായി ക്രമസമാധാനം തകർത്തുകൊണ്ട് നടക്കുന്നത്. പിണറായി ഇറക്കി വിട്ടതാണ്. പിണറായി ഇതെല്ലാം അവിടെ ഇരുന്ന് പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നെല്ലാം ഇരുന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട് കുട്ടിച്ചൊറ ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ബംഗാളും ത്രിപുരയിലും ഒക്കെ ഇങ്ങനെ ആയിരുന്നു. കുറേ നാൾ തുടർച്ചയായി ഭരണം എവിടെയൊക്കെ ലഭിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ CPM തീർന്നിട്ടുണ്ട്. ഇതും ഒടുക്കമാണ്, ഒടുക്കത്തിൻ്റെ തുടക്കം തന്നെയാണിത്. ഇത് ആളുകളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലത് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിലൊരു ജനവിരുദ്ധത അല്ലെങ്കിൽ ആളുകളെ ഇത്രയും എന്താ പറയാനാണ് അധപ്പതിച്ച് കാണുന്ന രീതിയിലേക്ക് ഇവർ പോകുന്നതിൻ്റെ കാര്യമാണ് മനസ്സിലാകാത്തത്. കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ പറഞ്ഞാണ് അന്നത്തെ ദിവസം തന്നെ സമരം കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത് അതൊട്ടും നടപ്പായതുമില്ല, നടപ്പാവാൻ പോകുന്നില്ലെന്നും അറിയാം. പക്ഷേ അതുകൊണ്ടൊരു റിസൾട്ട് ഉണ്ടായത് എന്താണ്? കൂടുതൽ ചീത്തപ്പേര് അല്ലെങ്കിൽ ഇവരുടെ കപടമുഖങ്ങൾ കുറച്ചുകൂടി വെളിവായി എന്നുള്ളതാണ് ഏറ്റവും ഉദാഹരണമായിട്ട് കാണിക്കേണ്ടത്. മാത്രമല്ല ഇവരിങ്ങനെ ഈ രീതിയിലേക്ക് നേരെ ആശയം കൊണ്ട് പറയേണ്ടത് ഇവിടെ ആയുധം കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം വരുന്നത്. നേരത്തെ മനുഷ്യ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ നടന്നത്. എന്നാലും ശരി തന്നെയാണ്. പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു നാഥനില്ല കളി. ഇപ്പോൾ ക്യാപ്റ്റൻ ഇവിടെ ഇല്ല, കപ്പൽ മുക്കിയിട്ട് അമേരിക്കയിലേക്ക് പോയി. എന്നാൽ പോലും ശരി തന്നെയാണ്. ഇവിടെ എന്നാലും നമുക്ക് സ്വൈര്യമായിട്ട് ജീവിക്കണ്ടേ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പല ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പോൾ റോഡിലിറങ്ങിയാൽ തന്നെ നമ്മളൊക്കെ ഈ
ഒരു പക്ഷേ ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് കടന്നാണ് വരുന്നത്. ഇവിടേക്ക് ഈ പ്രതിഷേധങ്ങൾ വരുന്നു. ഇതൊക്കെ പറഞ്ഞു നിർത്താൻ ആരെങ്കിലും വേണ്ടേ? ഇതൊക്കെ ഇവര് ചുമ്മാ ഇറങ്ങിത്തിരിക്കുന്നു. മാത്രമല്ല ഒരു വന്നല്ലോ ഗോവിന്ദ മാസ്റ്റർ വന്നല്ലോ, എന്താണ് ചെയ്തത്? തിട്ടൂരം എന്നൊക്കെ കടുത്ത വാക്കുകളൊക്കെ പറയും. കുട്ടികളെ കൂടുതൽ പെരുവഴിയിലേക്ക് അവരെ ഊർജ്ജം കയറ്റിയിട്ട് അവരെ കൂടെ പിന്നെ രക്തസാക്ഷിയാക്കാൻ വിടുകയാണ്. ഇവർക്ക് ഈ AC മുറികളിൽ ഇരുന്ന് ടിവിയും കണ്ടിരുന്ന കാര്യം പറഞ്ഞാൽ മതി എന്നുള്ളത്, ഉത്തരവിട്ടാൽ മതി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ കുട്ടികളെ മനസ്സിലാക്കേണ്ടത് കുട്ടികളടക്കം മനസ്സിലാക്കി. എനിക്ക് അവരുടെ അടുത്താണ് പറയാനുള്ളത്. നിങ്ങളൊക്കെ ചിലപ്പോൾ ബ്ലൈൻഡാണ്. ഇപ്പോൾ നിങ്ങളെ കണ്ണും കെട്ടി അവരെ ഇറക്കി വിടുകയാണ് തെരുവുകളിൽ. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളടക്കമുള്ളവരും വന്നത്. നമ്മളെ ശരികൾ, അപ്പോഴത്തെ ശരികളെല്ലാം ഇപ്പോൾ തെറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ അറിയാൻ വൈകും. ആ സമയത്ത് ഈ വിലപ്പെട്ട സമയം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു ജോലി നേടി നല്ലൊരു കുടുംബം പോറ്റണമെന്നുണ്ടെങ്കിൽ പാർട്ടിയൊന്നും ഒരിക്കലും ഒരു കാലത്തും കാണില്ല. നിങ്ങളുടെ പ്രായം കഴിയുമ്പോൾ അവർ കൈവിടും, നിങ്ങളെ ആവശ്യം കഴിയുമ്പോൾ അവർ കൈവിടും. അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പഠിച്ച് അധ്വാനിച്ച് വല്ല ജോലിയും നേടിയാൽ നിങ്ങൾക്ക് കൂടെ. അല്ലാണ്ട് അത് മാത്രമല്ല ശരത്തിനകത്ത് പഠിപ്പ് മുടക്കാണ് ഇവർ സ്ഥിരം. ഞങ്ങൾ എന്നാൽ പഠിച്ചുകൊണ്ട് സമരം ചെയ്യാൻ ഇവന്മാർ ഏതെങ്കിലും കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പഠിച്ചുകൊണ്ടെന്നാൽ ഞങ്ങൾ സമരത്തിനിറങ്ങാം. ഇവർക്ക് എപ്പോഴും പഠിപ്പ് മുടക്കാം. അതായത് അടിസ്ഥാനപരമായി ഇവരെന്താണോ ചെയ്യേണ്ടത് അത് തന്നെ നിർത്തിക്കൊണ്ട് പുറത്തിറക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൂടി. പഠിപ്പ് മുടക്കം വരുമ്പോൾ എത്രയോ കോളേജുകളും പണിയെടുത്താൽ അതും മുടക്കും. അതാണ്, അതായത് എന്താണോ ചെയ്യേണ്ടുന്നത് അതിൽ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. എന്നിട്ട് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് നിന്ന് പ്രസംഗിക്കുകയാണ്, ഞങ്ങൾ അടിച്ചമർത്താമെന്ന് പോലീസ് വിചാരിക്കേണ്ടെന്ന്. കണ്ട വിഷ്വൽസിൽ മുഴുവനും രണ്ടാം ഘട്ടത്തിലേക്ക് പോലീസുകാരന്മാരാണ് കൈയും പിടിച്ച് SFIക്കാരെ വലിച്ചു കയറ്റുന്നത്. ശരത്തിന് ഉൾപ്പെടെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പോലീസുകാരൻ ഏതെങ്കിലും ഒരു SFIക്കാരൻ നേരെ ലാത്തി വെച്ച് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ പോലീസുകാരന് പിന്നെ ജീവിതകാലത്ത് അവന്റെ ഇഷ്ടമുള്ള സ്റ്റേഷനിൽ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അവനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. ഇവന്മാർക്ക് ഭരണം ഉള്ളിടത്തോളം കാലം പോലീസിന്റെ പിണിയാളുകൾ, അല്ലെങ്കിൽ എന്താണോ സർക്കാർ പറഞ്ഞത് അത് കേൾക്കാൻ വേണ്ടി വിധിച്ച, ഞാൻ പറഞ്ഞ ഗതികെട്ട ഒരു വിഭാഗമാണ് പോലീസുകാർ. എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അവരെന്തായാലും ഈ അർത്ഥത്തിൽ SFIക്കാരെ ഒരു തല്ലാത്തതും മോനെ ഞങ്ങളെ വേണ തല്ലിക്കോ കേട്ടോ എന്ന് പറയുന്നതും ഒക്കെ ഈ ഭരണഗുണ്ടകളെ പേടിച്ചിട്ടാണെന്നേ. ഗതികേട് കൊണ്ടാണ്. ഇവരോട് ചെന്ന് നിങ്ങൾ പോലീസുകാരോട് പോയി ചുമ്മാ സംസാരിക്കണം. പോലീസുകാരോട് നിങ്ങൾ അയക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ സ്ത്രീകളെടുത്തും അല്ലെങ്കിൽ പ്രായമായവരെടുത്തും. അതാണ് പറയട്ടെ. ഇപ്പൊ ഈ കണ്ണൂരിലെ കേസ് അവർക്ക് ഗതികെട്ടവർക്ക് പരാതി കൊടുക്കേണ്ടി വന്നു. പരാതിക്ക് ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഒന്നുമില്ല. അവര് തൊട്ടടുത്ത ദിവസം ഇവരെ പോയി ഭീഷണിപ്പെടുത്തും. അതുമില്ലെങ്കിൽ അവരുടെ ജോലി തെറിപ്പിക്കുമെന്ന് പറയും. മര്യാദയ്ക്കുവാണെങ്കിൽ ഇത് നമ്മുടെ കഥ. അതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഇതിനകത്ത് പാർട്ടിക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. പാർട്ടിക്കാർക്ക് പോലും രക്ഷയില്ല. ഇവർ ചിലപ്പോൾ അടിസ്ഥാനപരമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു ഹാരിസ് ചെറക്കലിന് ഇവിടെ നിലയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ ഇവരെ പോലുള്ള ഒരുപാട് സമൂഹങ്ങളുണ്ട്. ഇവരൊക്കെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിനാണ് ഉണ്ടാവുന്നതെങ്കിൽ, ഈ ഒരു ക്യാമ്പയിനിലൂടെ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ബംഗാളും ത്രിപുരയും ഒക്കെ കേരളത്തിൽ എത്താൻ അധികം താമസിക്കില്ല. അത് ഉറപ്പായ കാര്യം തന്നെയാണ്.